സാധാരണ കണ്ണനെ കണി കാണാനുള്ള തിരക്ക് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അത്ര അധികം തിരക്കായിരിക്കും. കണ്ണനെ കണി കാണാനും ക്ഷേത്രത്തിൽ നിന്ന് കൈനീട്ടം വാങ്ങാനുമായി വലിയ തിരക്ക് തന്നെ ഇന്ന് ഗുരുവായൂരിലുണ്ടോ? തീർച്ചയായും വലിയ തിരക്ക് തന്നെയാണ് ഗുരുവായൂരുള്ള. എല്ലാ വർഷത്തെയും പോലെ തന്നെ കണ്ണനെ കണി കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഇന്നും പുലർച്ചെ മുതൽ തന്നെ ഇവിടെ തയ്യാറായി എത്തിയിരിക്കുന്നത്. പുലർച്ചെ 2:45 മുതലാണ് വിഷു കണി ദർശനം ആരംഭിച്ചത്. 3:45 വരെയാണ് വിഷു കണി ദർശനം ഉണ്ടായിരുന്നത്. പ്രത്യേകം തയ്യാറാക്കി ഇന്നലെ രാത്രി തന്നെ തയ്യാറാക്കിയ ശ്രീലകത്ത് കീഴ്ശാന്തിമാർ തയ്യാറാക്കിയ ഓട്ടുരുളിയിൽ ഇന്ന് മേൽശാന്തി ഓട്ടുരുളിയിലാണ് കണി ഒരുക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ മേൽശാന്തി കണ്ണനെ ആദ്യം കണി കാണിക്കും. അതിനുശേഷം വിഷുക്കണി ദർശനത്തിനായുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള അവസരങ്ങളൊക്കെ തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. മേൽശാന്തി തന്നെ എല്ലാവർക്കും വിഷു കൈനീട്ടവും നൽകും. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വലിയ തിരക്കാണ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗുരുവായൂരിലെ വടക്കേ നടപ്പന്തലിനോട് ചേർന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ നടപ്പന്തലിനകത്ത് ക്ഷേത്രത്തിന്റെ ഈ വിവാഹമൊക്കെ നടക്കുന്ന കിഴക്കേ നടപ്പന്തലിലാണ് നിൽക്കാറുള്ളത്, അതിനകത്താണ് നിൽക്കാറുള്ളത്. ഇന്ന് പക്ഷേ അതിൽ ചെറിയ മാറ്റമുണ്ട്. ഇവിടെ മാധ്യമങ്ങളെ ഉൾപ്പെടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിനകത്ത് ചിലർ റീൽസ് ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിൽ ആ ഒരു വിഷയത്തിനെ തുടർന്നാണ് ദേവസ്വം അധികൃതർ ഇപ്പോൾ ഈ ക്ഷേത്ര നടപ്പന്തലിനകത്തും ചിത്രീകരണമൊന്നും തന്നെ നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധാരണഗതിയിൽ തന്നെ ഉണ്ടാകാറുള്ള പോലെ വിഷു ദിനത്തിൽ പുലർച്ചെ മുതൽ തന്നെ വിഷുക്കണി കാണാൻ വലിയ തിരക്കായിരുന്നു. അതിനുശേഷം ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്.